ഞാൻ ആ സാഹചര്യമൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അത് പറയേണ്ടതില്ല. വളരെ ആ പോസ്റ്റിലുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും പ്രകടമാണ്. ചിലർ താല്പര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. എന്താണ് താല്പര്യം? അല്ല, അത് സ്വാഭാവികമായിട്ടും അറിയുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും. പാർട്ടിയുടെ ഒരു പാർട്ടിക്കാരൻ എന്നുള്ള നിലക്കുള്ള എൻ്റെ വികാരം മാത്രമാണ് ഇതിൽ ഞാൻ പ്രകടിപ്പിച്ചത്. പാർട്ടി വിടും എന്നൊക്കെയാണ് കേൾക്കുന്നത്. എനിക്കറിയാം, ഞാൻ ഒരു ഐഡിയോളജിക്കലി ലീഗുകാരനാണ്. ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജിയിൽ നിന്ന ആളാണ്. ഇന്ന് വരെ പാർട്ടിയുടെ ട്രാക്കിൽ ഒരിക്കലും തെറ്റിപ്പോയിട്ടുള്ള ഒരാളല്ല. എൻ്റെ കഴിഞ്ഞകാല പാർട്ടി പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും അത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞാൽ ഇനി ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ആരെല്ലാം ഇവിടെ ഞങ്ങൾ ഈ പരിസരത്തൊക്കെയുള്ള CPM നേതാക്കന്മാരുമായി എനിക്ക് നല്ല സൗഹൃദമല്ലേ. സംസ്ഥാന നേതാക്കന്മാരുമായി സൗഹൃദമുള്ള ആളുകളുണ്ടല്ലോ ഇവിടേക്കുള്ള ആളുകൾ. അവർ നിങ്ങൾ ചോദിക്കുന്ന പോലെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ അവർ പ്രതികരിച്ചിട്ടുണ്ടാവും. ഇതൊരു അസാധാരണമായ ഒരു രീതിയാണ്. ഇപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ അങ്ങനെയുള്ള ഒരാൾ ഈ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ അങ്ങനെ പറയാമെന്നുള്ളത് അങ്ങനെ മുമ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ തീരുമാനങ്ങളെ ആരും അവഗണിക്കല്ലല്ലോ ചെയ്തത്. നിങ്ങളത് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ഞാൻ അങ്ങനെ ഒരു രീതിയിലല്ലല്ലോ പറഞ്ഞത്. ഒരു പ്രതികരണം മാത്രമല്ലേ അത്. സ്വാഭാവിക പ്രതികരണം മാത്രമാണ്. എൻ്റെ നേതാക്കന്മാർ ഞാൻ എപ്പോഴും ഫോണിൽ ബന്ധപ്പെടുന്നതല്ലേ. അങ്ങനെ നിങ്ങൾ കാണുന്നത് പോലെ ഒരു സാഹചര്യ മാറ്റമായിട്ടൊന്നും ആരും കാണുന്നില്ല. ആദരണീയനായ തങ്ങളെ നിങ്ങൾ പോയി കണ്ടല്ലോ, എന്താ അദ്ദേഹം പറഞ്ഞ്? അതെന്നെ ആ നിലപാട് തന്നെയുള്ളൂ. ഇന്നലെ തന്നെ താങ്കൾ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ മഹാനായ നേതാവായിരുന്നു, ആ രീതിയിലൊരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി കണ്ടിരുന്നു. നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. കാരണം ഞങ്ങളെപ്പോലുള്ള യുവാക്കളൊക്കെ കടന്നു വന്നത് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ കാലഘട്ടത്തിലാണ്. ഒരുപക്ഷെ വന്ന് മുനീർ സാഹിബ്, ഞാൻ, സി മമ്മൂട്ടി സാഹിബ് ഒക്കെയുള്ള ആളുകൾ. സത്യത്തിൽ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളാണ് യുവാക്കൾക്ക് വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നീക്കം ആരംഭിച്ചത്. അതേ പാത ഇവിടെയും പിന്തുടരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും ഒരുപാട് യുവാക്കൾക്ക് അവസരം കൊടുത്തുള്ള ഒരു ലിസ്റ്റാണ് മുസ്ലിം ലീഗ് പുറത്തുവിട്ടത്. അതാണ് പറഞ്ഞത്. അപ്പോൾ അവസാനത്തെ പോസ്റ്റിലും അത് കാര്യം താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, യുവാക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷെ തൊട്ട് പിന്നാലെയാണ് തിരുവങ്ങാടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മറിച്ചൊരു അഭിപ്രായം പറയുന്നത്. അല്ല, അത് നിങ്ങൾക്ക് വായിച്ചാലിനുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൽ മാറ്റമൊന്നുമില്ല. വായിച്ചാൽ കിട്ടുന്ന അഭിപ്രായം തന്നെയാണ് എൻ്റെ അഭിപ്രായം. പറഞ്ഞല്ലോ, വായിച്ചാൽ അങ്ങനെ ഇങ്ങനെ ഞാൻ ഫേസ്ബുക്ക് മറിച്ചു കൊടുക്കുമല്ലോ. എന്തായാലും ലീഗിൽ ഉറച്ചു നിൽക്കും, CP സ്ഥാനാർത്ഥിയാകില്ല. അല്ല, അങ്ങനെ ഞാനിപ്പോൾ നിങ്ങൾ ആ വക ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരവില്ല. ഞാനിപ്പോൾ ഇനി പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞത്. ഇനി എന്നെ നിങ്ങൾ വിട്ടേക്കുക. നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ വിഷയത്തിൽ. അതായത് തിരുവങ്ങാടിയുടെ സ്ഥാനാർത്ഥിത്വം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇനി നോ കമൻസ്. താങ്കളെപ്പോലെ 2 തവണ ഞാൻ പറഞ്ഞില്ലേ, ഈ വിഷയത്തെക്കുറിച്ച് നോ കമൻസ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. നല്ല അനുഭവപരിചയമുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് താങ്കൾ. 2 തവണ MLA ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയ പരിചയമുള്ള ആളാണ്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സാധ്യത പരിഗണന കിട്ടിയില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ?